ശ്രീ ജി സ്റ്റീഫൻ 6 മിനിറ്റ്. സർ, കേരള നിയമസഭയിൽ അവതരിപ്പിച്ച പുതുക്കിയ ബഡ്ജറ്റിനെ ഞാൻ ശക്തിയുക്തം എതിർക്കുകയാണ് സർ. ഈ ബഡ്ജറ്റ് കേരളത്തെ സ്വകാര്യവൽക്കരണത്തിലേക്ക് അതിവേഗം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള അതിതീവ്ര സ്വകാര്യവൽക്കരണ നയങ്ങൾക്ക് നേതൃത്വം നൽകും എന്നുള്ളതാണ് നൽകുന്ന സൂചന. കഴിഞ്ഞ 10 വർഷം നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ചാലകശക്തിയായി പ്രവർത്തിച്ച സർവ്വകാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ, വർഗീയ നയങ്ങൾ, സാമ്പത്തിക നയങ്ങൾ, സംസ്ഥാനങ്ങളുടെ ന്യായമായിട്ടുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ന്യായമായിട്ടുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടുകളെ അല്പം പോലും സ്പർശിക്കാതെയാണ് കേന്ദ്രവുമായിട്ടൊരു ഏറ്റുമുട്ടലില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നയപ്രഖ്യാപന വേളയിൽ തന്നെ നമുക്കത് ബോധ്യപ്പെട്ടതാണ്. നയപ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എല്ലാ പിന്തുണയും ഈ നയപ്രഖ്യാപനത്തിനുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. അതിനവർ പറഞ്ഞത്, ഞങ്ങളുടെ ധാരാളം നയങ്ങളാണ് UDFൻ്റെ ഗവൺമെൻറ് നിയമസഭയിൽ അവരുടെ നയപ്രഖ്യാപനമായി അവതരിപ്പിച്ചത്, അതുകൊണ്ട് നയപ്രഖ്യാപനത്തെ തന്നെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നാണ് അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ സൂചിപ്പിച്ചതായി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം UDF കേരളത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയുന്ന ഒരു നിർദ്ദേശവും ഈ ബഡ്ജറ്റിലില്ല. പദ്ധതി അടങ്കൽ തുക 5380 കോടി രൂപ പുതുക്കിയ ബഡ്ജറ്റിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നമ്മൾ വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 മെഡിക്കൽ കോളേജുകൾക്കായിട്ട് നീക്കിവെച്ചത് 100 കോടി രൂപയാണ്. ഇത് തികച്ചും അപര്യാപ്തമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പദ്ധതികളെല്ലാം കല്ലിലും കടലാസിലുമായി പോകാതിരിക്കാൻ ഈ ബഡ്ജറ്റ് പാസ്സാകുമ്പോൾ ആവശ്യത്തിനുള്ള തുക എല്ലാ വകുപ്പുകളിലും ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയണം. ലൈഫ് ഭവന പദ്ധതി LDF ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. പക്ഷേ 5 ലക്ഷത്തിലേറെ ജനങ്ങൾ അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയത് ആ പദ്ധതി മുഖാന്തരമാണ്. ആ പദ്ധതിയെ നേരത്തെ തന്നെ തകർക്കാൻ വേണ്ടിയുള്ള നീക്കം പല കോണുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഈ ബഡ്ജറ്റിൻ്റെ അവതരണത്തിലൂടെ അത് പൂർണ്ണമായും ലൈഫ് ഭവന പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശങ്ക മുന്നോട്ട് വരികയാണ് സർ. UDF ഉയർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള പണം LDF സർക്കാർ വല്ലാതെ വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. എന്നാൽ ബഡ്ജറ്റിൻ്റെ വിശദാംശങ്ങളിലൂടെ നമുക്ക് കണ്ണോടിക്കുമ്പോൾ ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പട്ടികജാതി ഉപപദ്ധതിക്ക് വേണ്ടി 9.81% നീക്കിവെച്ചിട്ടുള്ളത്, അതായത് 3507 കോടി രൂപ. ഈ ബഡ്ജറ്റിൽ ഒരു തുക പോലും അധികമായി വർദ്ധിപ്പിച്ചതായി കാണുന്നില്ല. പട്ടികവർഗ ഉപപദ്ധതിക്ക് വേണ്ടി 2.83% KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നീക്കിവെച്ചത്, അതായത് 1012 കോടി രൂപ. ഇപ്പോഴത് വർദ്ധിപ്പിച്ചതായി കാണുന്നില്ല. അപ്പോൾ UDF കേന്ദ്രങ്ങളിലെ നുണ ഫാക്ടറിയിൽ തയ്യാറാക്കിയ ഈ നുണ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. LDF ഗവൺമെൻറ് പട്ടികജാതി പട്ടികവർഗത്തിനുള്ള തുക വെട്ടിക്കുറച്ചു എന്നുള്ളത്. കുടുംബശ്രീക്ക് ബഡ്ജറ്റിൽ തുക നീക്കിവെച്ചിട്ടില്ല. കുടുംബശ്രീ എന്നുള്ള വാക്ക് പോലും ഉന്നയിച്ചിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം 5533 കോടി രൂപ വെട്ടിക്കുറച്ചു. പൊതുജനാരോഗ്യത്തിന് 424 കോടി രൂപ വെട്ടിക്കുറച്ചു. പൊതുവിദ്യാഭ്യാസത്തിന് 200 കോടി രൂപ വെട്ടിക്കുറച്ചു. ഗ്രാമീണ വ്യവസായ മേഖലയ്ക്ക് 100 കോടി രൂപ വെട്ടിക്കുറച്ചു. മത്സ്യമേഖലയ്ക്ക് 38 കോടി രൂപ വെട്ടിക്കുറച്ചു.
പരമ്പരാഗത വ്യവസായ തൊഴിലാളികളുടെ ഇൻസെൻറ്റീവ് 7 കോടി രൂപ വെട്ടിക്കുറച്ചു. മൃഗസംരക്ഷണ മേഖലയിൽ 59 കോടി 58 ലക്ഷം രൂപ വെട്ടിക്കുറച്ചു. കാർഷിക മേഖലയിൽ 537 കോടി രൂപ വെട്ടിക്കുറച്ചു. വിനോദസഞ്ചാര മേഖലയിൽ 88 കോടി 16 ലക്ഷം രൂപ വെട്ടിക്കുറച്ചു. മത്സ്യ വന്യമൃഗ സംരക്ഷണം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് പരിഹരിക്കുന്നതിന് ബഡ്ജറ്റിൽ ആവശ്യത്തിനുള്ള തുക വകകൊള്ളിച്ചിട്ടില്ല. സർക്കാർ ജീവനക്കാർ വിസ്മയം പ്രതീക്ഷിച്ചു. ആ വിസ്മയം ബഡ്ജറ്റിൽ അവതരിക്കപ്പെട്ടില്ല. DA കുടിശ്ശികയുടെ കാര്യത്തിൽ പൂർണ്ണ മൗനം. ലീവ് സറണ്ടറിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല. ശമ്പള പരിഷ്കരണം അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു. ജീവനക്കാരുടെ പ്രതീക്ഷയായ അഷ്വേർഡ് പെൻഷൻ സ്കീം അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു. ചുരുക്കത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജീവനക്കാർ ഈ ബഡ്ജറ്റിനെ നോക്കിക്കണ്ടത്. ഒരു ഗുണം അവർക്ക് ലഭിച്ചിട്ടില്ല. അരുവിക്കര മണ്ഡലത്തിലെ ചില വിഷയങ്ങൾ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അരുവിക്കര നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ടൂറിസ്റ്റ് മേഖലയ്ക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. അത് ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിലെ മനോഹരമായിട്ടുള്ള മങ്ങാട്ടുപാറയിൽ ഒരു സോഫ്റ്റ് അഡ്വഞ്ചറസ് ടൂറിസം പാർക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി. സാർ ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ 4 മിനിറ്റ് വരെ കൊടുത്തു സാർ, എനിക്ക് 2 മിനിറ്റ് കൂടെ തരണം. കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൊണ്ട് വരാം. ഉഴമലക്കൽ പഞ്ചായത്തിലെ ആ പദ്ധതി ഈ പുതുക്കിയ ബഡ്ജറ്റിൽ പ്രിന്റ് ചെയ്ത് കാണുന്നില്ല സാർ. കല്ലാർ, മീൻമുട്ടി, പൊന്മുടി, കോട്ടൂർ ആനപുനരധിവാസ കേന്ദ്രം, അരുവിക്കര ഡാം, പേപ്പാറ ഡാം തുടങ്ങിയിട്ടുള്ള വാഴ്വാൻ തോട്ടം അടക്കമുള്ള തിരുവനന്തപുരം ജില്ലയിലെ നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ടൂറിസം പദ്ധതി. മാത്രമല്ല, ആ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്താണ്. അതുകൊണ്ട് ആ പദ്ധതി അനുവദിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിഴിഞ്ഞം റിംഗ് റോഡിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. എൻ്റെ മണ്ഡലത്തിലും കൂടെ കടന്നു പോവുകയാണ്. എത്രയും പെട്ടെന്ന് ആ ജനങ്ങൾക്ക് ആ പണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. അതേപോലെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ വിഴിഞ്ഞം പദ്ധതി വരുന്നതോടുകൂടി ലോജിസ്റ്റിക് മേഖലയിൽ ഒരു വൻ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്ന 17 കോടി രൂപ വകയിരുത്തിയിരുന്നു. അരുവിക്കര മണ്ഡലത്തിലെ കുറ്റിച്ചൽ 50 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് 4 കോടി രൂപയാണ് വകകൊള്ളിച്ചിരുന്നത്. ഈ ബഡ്ജറ്റ് സാർ ഒരു മിനിറ്റ് കൂടെ സാർ, ഒരേ ഒരു മിനിറ്റ്. ഈ ബഡ്ജറ്റിൽ ആ പദ്ധതിയും കാണാനില്ല. ഈ പദ്ധതി കൂടെ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സഭയിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പൂവച്ചൽ ഖാദർ മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവും അതേപോലെ തന്നെ കവിയുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പണിയാൻ LDF ഗവൺമെൻറ് ശ്രീ സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ 50 ലക്ഷം രൂപ അനുവദിച്ചു. 2ാം ഘട്ടം അനുവദിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് മാറി. തുടർന്ന് ആ സ്മാരക പാർക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ബഡ്ജറ്റ് പാസ്സാകുന്ന സമയത്ത് പണം അനുവദിക്കണമെന്നുള്ള അഭ്യർത്ഥനയും മുന്നോട്ട് വച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഈ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണം വകയിരുത്താൻ തയ്യാറാകാത്ത ഈ പുതുക്കിയ ബഡ്ജറ്റിനെ ശക്തിയുക്തം എതിർത്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.